ഡോക്ടർ ബി ജയരാജ്, നോക്കൂ, ഈ നമ്മൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ആവർത്തിച്ച് പറയുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മുടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ, നമുക്ക് നിക്ഷേപം വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് കേന്ദ്രത്തെ നോക്കി പറയുന്നത്? ഈ തരൂർ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയുമായി ചേർത്തു വായിച്ചാൽ എന്താണ്? അല്ല, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ല, ചോദ്യം ഡോക്ടർ ബി ജയരാജിനോടാണ്. ആരുടെടുത്തും കേന്ദ്രത്തിന്റെ അടുത്ത് നമ്മൾ പിച്ചച്ചട്ടിയായിട്ട് ചെന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും തരൂ എന്ന് ചോദിക്കല്ല. ഇവിടുന്ന് കൊടുത്ത പൈസയുടെ ന്യായമായിട്ടുള്ള കണക്കനുസരിച്ച് അല്ല, അതെപ്പോഴും പറയുന്നത്. എന്റെ ചോദ്യം അതായിരുന്നില്ല. നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് പറയുന്നുണ്ടല്ലോ. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാനാകുന്നില്ലല്ലോ. ആ അവസ്ഥയിൽ ഇത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്, വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളമാണ്. കേരളം അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ നിശ്ചിത തുക മാത്രമേ ഇങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. കേരളം എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഒന്നുമല്ല. നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് തന്നെ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതി വരെ പോയത്. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഇത്രയും ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് ഞാൻ പറയാം. ഇത് പി രാജീവിന്റെ കണക്കൊന്നും അല്ല ശശി തരൂർ ഉദ്ധരിച്ചത്. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ശ്രീ സേനാപതി വേണുവിനുണ്ടെങ്കിൽ അവരോട് ഇമെയിൽ അയക്കുകയോ ഫോൺ ചെയ്ത് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഈ 2,90,000 MSME തുടങ്ങിയെന്ന് പറയുന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഉടൻ തന്നെ അത് വരുന്നതായിരിക്കും. അത് സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഓൾറെഡി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. വ്യവസായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉണ്ടെന്നാണ് എനിക്ക്. താങ്കൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ഈ ബ്രോഡറായിട്ട് ചിന്തിക്കുന്നതിന് വളരെ സങ്കുചിതമായിട്ട് 20 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നെങ്കിൽ, 50 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതല്ല. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്? നമ്മൾക്ക് ഇങ്ങനെ ഒരു സമീപനമുള്ളപ്പോൾ, നമ്മൾക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ, കേരളത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്കിപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇത് നേരത്തെ എമർജിങ് കേരളയുടെ എംബ്ലം വരെ വേറൊരു രാജ്യത്തിന്റെ അടിച്ചുമാറ്റി കൊണ്ടുവന്ന് വെച്ചതാണ്. എമർജിങ് കേരള വഴി ഏത് ഇൻഡസ്ട്രിയാണ് കേരളത്തിൽ വന്നത്? ജിയോ വഴി ഏത് ഇൻഡസ്ട്രിയാണ് ഇവിടെ വന്നത്? ഇവിടെ ലോ മെറിഡിയനിൽ വെച്ചിട്ട് നടത്തിയ ആരും മറന്നൊന്നും പോയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡും മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡും. അതുകൊണ്ട് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കി കൊടുത്ത നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം ജില്ലയിലാണ് ആ സ്ഥാപനത്തിന്റെ ഒരെണ്ണം നിൽക്കുന്നത്. അതിലെ പോയപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ കരാർ തൊഴിലാളികളിലും ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്നാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കൊല്ലത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തുച്ഛമാണ്. വളരെ കുറച്ച് ആളുകളാണ്. കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തും കോൺഗ്രസിലുമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ കൊല്ലത്തുള്ളൂ. അപ്പോഴെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പുതിയ ആളുകളെ ഇറക്കി ഒരു യൂണിയൻ ഉണ്ടാക്കി. അവിടെ RSP ഉണ്ടെന്ന് മനസ്സിലാക്കിക്കണം. RSPയുടെ തട്ടകത്തിലാണ് നടക്കുന്നത്. അങ്ങനെ കരിമണൽ വിൽക്കാൻ ശ്രമിക്കുക, മറ്റ് വസ്തുവകളെല്ലാം വിറ്റുമുടിക്കുക, ഇങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ തമ്മിലുള്ള അന്തരമായിരുന്നു ഇത്രയും നാൾ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഇപ്പോഴത്തെ സർക്കാരിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ആളുകൾക്ക് കല്ലും നെല്ലും കൃത്യമായിട്ട് തിരിയാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരുന്നതെന്നും എന്തൊക്കെ ഇതാണ് ചെയ്ത്. ഇപ്പൊ ആശ്രാമ മൈതാനമുണ്ട് കൊല്ലത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് വിമാനം പറന്ന മൈതാനം, വെറും മൈതാനം ഒന്നുമില്ല. അതുപോലെ ഒരു വിമാനം പറത്തിക്കൊണ്ടാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഉദ്ഘാടനം നടത്തിയത്. അങ്ങനെ ഉദ്ഘാടനം നടത്തുക, കാൽഭാഗം പണി തീർന്ന മെട്രോയുടെ ഉദ്ഘാടനം നടത്തിയിട്ട് ഞങ്ങളുടെ വിഷനാണെന്ന് അവകാശപ്പെടുക, പാതി വഴിയിൽ ഇട്ടിട്ട് പോയ വിഴിഞ്ഞം പദ്ധതി അവരുടെ കോൺട്രിബ്യൂഷനാണെന്ന് അവകാശപ്പെടുക. ചിദംബരമൊക്കെ മന്ത്രിയായിരുന്നല്ലോ ഇവിടെ. ചിദംബരമൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ എന്തെല്ലാം ഉടക്കുകളിട്ട് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ലോബിയിങ് ശ്രമിച്ചു. ജയറാം രമേശിനെ കൊണ്ട് എന്തെല്ലാം പരിസ്ഥിതി വിഷയങ്ങൾ ഉണ്ടാക്കിച്ചെന്നൊക്കെ കേരളത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതാണ് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ
മഹാസംഭവങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത പ്രധാനപ്പെട്ട മഹാസംഭവങ്ങൾ. പിന്നെ ശശി തരൂർ പറഞ്ഞത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ശശി തരൂർ പറയുന്നത് എല്ലാ കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. പിന്നെ ജയകൃഷ്ണൻ ഭാഷ പറഞ്ഞ കണക്കല്ല വരട്ട് തത്വവാദം എന്ന് പറഞ്ഞ് ഇന്നും 5 or 6 രാജ്യങ്ങൾ തന്നെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരമുള്ള 5 or 6 രാജ്യങ്ങളുണ്ട്. 5 to 6% ഇൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. ആ സമയം ഇവരുടെ പ്രത്യയശാസ്ത്രം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താണ്? രാഷ്ട്രബോധം അല്ലെങ്കിൽ ദേശീയത. ഇതിനപ്പുറത്തേക്ക് ഹിറ്റ്ലർ പറഞ്ഞ ദേശീയതയ്ക്ക് അപ്പുറത്തേക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ഭാരതീയ ജനതാ പാർട്ടി വെക്കാൻ? പക്ഷെ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്ന തരൂർ മോദിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ കൂടുതലായി പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചാണ്. ട്രംപ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് വെറുതെ ആവില്ല. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകും. അനധികൃതമായി കുടിയേറിയവരെ തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം, ഞങ്ങളവരെ നോക്കും, അവർ ഞങ്ങളുടെ പൗരന്മാരാണ്, കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. മോദി വലിയൊരു നേതാവാണെന്ന് സമ്മതിക്കുകയാണ് ശശി തരൂർ. അപ്പോൾ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്ന തരൂരിനെ മോദിയെ പുകഴ്ത്തിയതിന് എന്തു പറയും? ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ. അല്ല, മോദിയെ പുകഴ്ത്തുന്നത്, ഒരാളെ കുറിച്ച് മോശം പറയുന്നതോ നല്ലത് പറയുന്നതോ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷെ ഇന്ത്യ കണ്ട കാഴ്ച എന്താണ്? ആന കിടച്ചങ്ങല ഇടുന്ന കണക്കല്ല കയ്യിലും കാലിലും കൂച്ചുവേലം കിട്ട് അമേരിക്കൻ പറന്നിറങ്ങുന്ന പാവപ്പെട്ട പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെ ഈവൻ സൗദി അറേബ്യയിൽ പോലും പൊതുവകുപ്പ് സമയത്ത് മൊട്ടയടിച്ച് കയറ്റിയിട്ടാലും ഇന്ത്യൻ പ്ലെയിനിലാണ് കൊണ്ടുവരുന്നത്. സൈനിക വിമാനത്തിൽ മൂത്രമൊഴിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്തുനിന്ന് ആളുകളെ കുത്തി നിരക്കി കൊണ്ടുവന്നിട്ട് അമൃത്സറിൽ ഇറക്കിയതൊക്കെ വളരെ ദയനീയമായിട്ട് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ വിചാരിക്കുന്ന നമുക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ആ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വിഷയം അതല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കട്ടെ എങ്കിൽ പോലും മോദി എവിടെ പുകഴ്ത്തി പറയുകയാണ് തരൂർ. ഞാൻ അതിനെ കുറിച്ചാണ് അങ്ങോട്ട് ചോദിച്ചത്. അങ്ങിപ്പോൾ ആരെ ചേർത്ത് പിടിച്ചാണോ സംസാരിക്കുന്നത് അതേയാൾ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് ശശി തരൂരിന്റെ വിശ്വാസമാണ്. ശശി തരൂരിന്റെ വിശ്വാസമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് നല്ല ചിന്തയല്ലേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇത് പി രാജീവിനെ വിശ്വസിച്ച് പറഞ്ഞു വന്നേ ഉള്ളൂ. നമുക്ക് അങ്ങേലേക്ക് വരാം. ഞാൻ വരാം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സർവേയിൽ കേരളം രാജ്യത്ത് 1ാം സ്ഥാനത്താണെന്നും 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ആഗോള ശരാശരിയുടെ 5 മടങ്ങ് മൂല്യം കേരളം രേഖപ്പെടുത്തിയെന്നും ഒക്കെ പറയുന്നത് സാധാരണക്കാരനെ എങ്ങനെ നോക്കിക്കാണാൻ സഹായിക്കുമെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. നമ്മൾ വല്ലാതെ പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ധനപ്രതിസന്ധി രൂക്ഷമാണെന്നിരിക്കെ ഇതൊക്കെ ചേർത്ത് വായിക്കാൻ എങ്ങനെയാണ് കഴിയുക? സാധാരണക്കാരൻ ഇതൊക്കെ എങ്ങനെയാണ് ശരിയെന്ന് മനസ്സിലാവുക എന്നൊരു ചോദ്യമുണ്ട്.